ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബെക്സ് ഡ്രൈവിംഗ് 3D. അപ്പോൾ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയായിരുന്നു ഇടയിൽ. അപ്പോൾ ആ യൂട്യൂബ് ചാനലാണ് നോബ്ലക്സ് ഗെയിമിംഗ് XD. അപ്പോൾ നമ്മളത് ഇവിടെ നീന്തി കളിക്കുവാണ്. നീന്തി കളിക്കുക മാത്രമല്ല, നമ്മൾ ട്രെയിനിങ് ഒക്കെ ആയിരുന്നു. ഇത് പുഷപ്പൊക്കെ ആയിരുന്നു. നമ്മൾ നീന്തി കളിക്കാൻ വെച്ചു, രാവിലെ കുളിച്ചു. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. അപ്പോൾ നമ്മുടെ താറ് നമ്മൾ ഈയിടെ നമ്മുടെ പുതിയ താറ് മേടിച്ചു കേട്ടോ. കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ മേടിച്ചു പുതിയ താറ്. പുതിയ താറ് കേട്ടോ. പുതിയ പാട്ടിടണ്ട. ഇത് നമ്മുടെ പഴയ താറ്. ഇത് മോഡിഫൈ ചെയ്തെടുത്തു. നമ്മുടെ പഴയ ടാറ് പോലെ ഇത് ആക്കണം. മോഡിഫൈ കിറ്റൊക്കെ കയറ്റണം, ഇതേപോലെയൊക്കെ ആക്കണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ മാസം മേടിച്ച നമ്മുടെ ഡ്യൂക്ക് ഇരിപ്പുണ്ട് കേട്ടോ. നെറ്റിലാണ് ഞാനിപ്പോൾ എപ്പോഴും പോക്ക്. ഇതൊരു മാരം എടുക്കല് നമ്മൾ ഒരു പൊളി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി. പിന്നെ നമ്മുടെ ഡിഫൻഡർ പിന്നെ ഇവിടെ എപ്പോഴും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് മേടിച്ച വണ്ടി തന്നെ നമ്മുടെ ഡിഫൻഡർ. പിന്നെ നമ്മുടെ രണ്ട് ഡ്യൂക്ക്. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് കേട്ടോ, ഈ ഹയബുസ. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഇതിന് ഇവിടെ കൊണ്ടേക്കുവാണ്, ഇതോ എനിക്കറിയില്ല. അപ്പോൾ ഈ രണ്ട് ഡ്യൂക്ക് യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഡ്യൂക്കാണ്. ഇതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇത് ചുമ്മാ ഇട്ടേക്ക് ഇട്ടുകയാണ്. അപ്പോൾ നമ്മുടെ വീട് ഇതാണ് കേട്ടോ, വീട് ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പോയി ഡ്രസ്സൊക്കെ മാറാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോയത് ഡ്രസ്സൊക്കെ മാറട്ടെ. അപ്പോൾ നമ്മൾ നിക്കർ കിട്ടും. നമുക്കിനി കടന്ന് TV ഉണ്ടല്ലോ, TV ആരും വിളിക്കത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെന്തായാലും കടന്ന് TV ഉണ്ട്. അപ്പോൾ പണി വന്നു. അതായത് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിങ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് തന്നെ സ്റ്റീലിങ് വന്നിരിക്കുവാണ്. അത് നമ്മുടെ മൈക്കിളാണ് പറഞ്ഞേക്കുന്നത് സ്റ്റീലിങ്. ഫ്രാങ്ക്ലിൻ നീ രാവിലെ ഇതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാ നീ രാവിലെ നീ പോകുന്നത്, സംസാരിച്ചിട്ട് സമയം കളയാൻ വയ്യ, നമുക്ക് നേരെ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് ഇനി നേരെ വിടണം. അവനെ കൊണ്ട് വയ്യ. കടന്ന് TV മര്യാദയ്ക്ക് കണ്ടുകൊണ്ടിരുന്നു ഞാൻ. കുഴപ്പമില്ല ഗൈസ്, അവൻ പൈസയൊന്നും തരത്തില്ല. ചെന്നാൽ അവൻ ചങ്ങല്ലേ, പോയൊക്കെ നോക്കി. ഇനി നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം. അപ്പോൾ ഗൈസ് വേണ്ട ഒരു XUV ഉണ്ട്. ഞാനിപ്പോൾ സ്കോർപ്പിയോ കണ്ട് ഗൈസ്. അതായത് നമുക്കൊരു സ്കോർപ്പിയോ മേടിച്ചാലും എനിക്കൊരു ആലോചനയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോവാം. ഗൈസ് ഈ പണി ഒന്നും ഇതുവരെ നടന്നില്ല, കഴിഞ്ഞില്ല, ഇപ്പോഴും വർക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതെന്ത്, അതെ ഇതല്ലേ അവൻ്റെ വീട്. ഇപ്പം മാറും, ഇതുപോലത്തെ അവിടെ ഇതില്ലേ, വീട് മറന്നു. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് തേണ്ട മൈക്കിളുടെ വീട്. അപ്പോൾ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് നമുക്ക് കയറാം. ഇതിനടുത്ത് എന്തോ പണി അതൊന്നേക്ക് തുറന്ന് അവനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും വണ്ടി ഇങ്ങോട്ടിടാം. അടുത്തവണം മേടിക്കാൻ പോകുന്ന വീടിതാ ഗൈസ്, നമ്മൾ ഇത്തവണ മേടിക്കാൻ പോകുന്ന വീടിതാ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും വീട്ടിൽ കയറിയിട്ട് അവരോടൊന്ന് ചോദിക്കട്ടെ എന്തോ പ്രശ്നം, ചോദിച്ചിട്ട് പറയാം. അപ്പോൾ ഗൈസ് ഒരു പ്രശ്നം പറ്റി, അവൻ ഈ വീട്ടിലില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. അതായത് അവനിനി നമ്മൾ വിളിച്ചു ചോദിക്കട്ടെ അവൻ എന്ത് ചെയ്യുന്നു. അവൻ ഈ വീട്ടിലില്ല, തന്നെ തുറക്കും കേട്ടോ. അപ്പോൾ അവനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ വീട്ടിലില്ലേന്ന്. ഇതാണ് കേട്ടോ അവൻ്റെ നമ്പർ. ഇനി അവനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. എടാ മൈക്കിളെ, നീ എവിടാ? എടാ ഞാൻ വീട്ടിലില്ലടാ. ഞാൻ ഇവിടെ ഒരു അത്യാവശ്യത്തിന് വെളിയിൽ വന്നേ. നിന്നോട് ഞാൻ പറയാൻ വന്ന കാര്യം, ഇന്ന് സ്റ്റീലിംഗ് ആണ്. നിന്നോട് പറഞ്ഞാന്ന് അറിയാം. നീ സ്റ്റീൽ ചെയ്യേണ്ട കാറ് ഒരു ലക്ഷറി കാറാണ്. അത് നമ്മുടെ ലംബോർഗിനി തന്നെയാണ്.
അപ്പോൾ നീ ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് നീ പോയി ആ കാർ എടുത്തോണ്ട് വരണം. അല്ല മൈക്കിളെ അതെങ്ങനെ ഞാൻ ചെയ്യുന്നേ? നീ കൂളിങ്ങോട്ടൊരു അഭിപ്രായം വേണ്ട കേട്ടോ. ഡേ നമ്മളൊക്കെ ഒരു ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങ് ഇതാവല്ലേ അവളോട് പറഞ്ഞ കാര്യം ചെയ്യടാ. കഷ്ടമുണ്ടോ? ആ ചെയ്യാം, നോക്കട്ടെ. ഇതവൻ പറഞ്ഞത് സ്റ്റീലിങ് തന്നെയാണ്. പക്ഷേ ബോസ് ഒരു വലിയൊരുത്തിൻ്റെ കേസ്, അതായത് നമ്മുടെ പഴയ വീട്ടിൽ ഒരു ഗുണ്ട പോലത്തെ ഒരുത്തൻ വന്ന് കുറച്ച് സീനാണ് അവൻ കുറച്ച് സീനാണ്. നമ്മളെപ്പോലത്തെ ഒരുത്തിനാണ്, കുറച്ച് നമ്മളെപ്പോലൊക്കെ തന്നെ. പക്ഷേ കുറച്ച് ഇത് കൂടുതലാണ്, കുറച്ച് ഗുണ്ടയാണ്. അപ്പം അവൻ്റെ കയ്യിൽ ഒരു ഇത് കിടപ്പുണ്ട്, ലംബോർഗിനി. അതിങ്ങനെ എടുത്തോണ്ട് പോയാൽ എൻ്റെ പൊന്നട പോയെ. അവന് മൈക്കിൾ തന്നെ പറഞ്ഞ അവനോട് വഴക്കൊന്നും ഉണ്ടാക്കണ്ട, നീ ആ വീടങ്ങ് കൊടുക്കാൻ. എന്നിട്ടാണ് നമ്മൾ പുതിയ വീട് വെച്ചത്. കുഴപ്പമില്ല കേസ്, നമുക്ക് പോവാം. അപ്പോൾ കേസ് ഗേറ്റൊക്കെ തുറന്നു കേട്ടോ. നമുക്കിനി പഴയ വീട്ടിലോട്ട് വിടാം. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ കുറച്ച് സീനാണ് കേസ്. അവനായിട്ട് അല്ലെങ്കിലും കുറച്ച് തർക്കമൊക്കെ ഉള്ളതാണ്. കുഴപ്പമില്ല, അവൻ്റെ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണ്ട. അങ്ങോട്ട് പോയി അടി വാങ്ങിക്കാൻ എനിക്ക് KTM ആയി. ഓ ഗൈസ്, അതിൻ്റെ സമയമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നിന്നിട്ട് നമുക്ക് അവനെ നോക്കാം, ഇവിടെ ഉണ്ടോ. അയ്യോ, മാസ്ക് ഇടാൻ മറന്നു. അവൻ ഇങ്ങനൊരു സാഹചര്യം തരുമെന്ന് എനിക്കറിയാമായിരുന്നു. കുഴപ്പമില്ല. അവിടെ വേണ്ട കിടക്കുന്നു വണ്ടി, ഈ പരട്ട വണ്ടി. ഓക്കെ ഇങ്ങനല്ലേ ഈ സാധനം ലുക്ക് ഉണ്ടോ വണ്ടിയുടെ? നല്ല ലുക്കുണ്ടേ. ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ല. അപ്പോൾ ഗൈസ് അവിടാണ് അവൻ. നമുക്ക് നമ്മുടെ സ്നൈപ്പർ എടുത്ത് നോക്കാം, ആരെങ്കിലൊക്കെ ഉണ്ടോ. കേസ് ആ വീട്ടിനകത്ത് അവൻ ഇല്ലെന്ന് തോന്നുന്നു. ലംബോർഗിനി ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. കേസ് നമ്മുടെ ബാക്കിലൊരു ഗരേജ് ഉണ്ട്. ഇതൊന്നും അവിടെ കാണും കാണിക്കണം. ലംബോർഗിനി ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ബ്ലാക്ക് വണ്ടിയൊക്കെ കാണണ്ടേ, ബ്ലാക്ക് സ്കോർപ്പിയോ ഒക്കെ കാണണ്ടേ. ഇന്ന് അവൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഒരു ഷോട്ട് കൊടുത്താലും ഉണ്ട്, പക്ഷെ വേണ്ട. വന്ന് പിടിച്ചിരിക്കുന്ന അത്ര സേഫല്ല. നമുക്ക് എന്തായാലും അപ്പുറത്തെ റോഡ് വഴി ഒന്ന് പോയി നോക്കാം. ബാക്കിൽ ഒന്ന് പോയി നോക്കാം. അപ്പുറത്തെ വഴി കറങ്ങിപ്പോകാം. ഇനി അവിടെ എന്താ അവിടെ ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇതിൻ്റെ അങ്ങോട്ട് പോകാം. നമുക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഗൈസ് തോണ്ട് നടക്കുന്നു ഗൈസ്. അത് അവൻ്റെ ഡോറാണോ ഒരു ഡൗട്ട് ആണെന്ന് തോന്നി. പക്ഷെ എൻ്റെ പൊന്നട പോവേ, എനിക്ക് അറിഞ്ഞൂടാ. അവന്മാരവിടെ ഇല്ലെന്ന് തോന്നി എനിക്ക്. അതിൻ്റെ അകത്ത് അവൻ്റെ ഹെൽമെറ്റ്. നിൽക്ക് നമുക്ക് മൈക്കിളൊന്ന് വിളിച്ച് ചോദിക്കാം. നമുക്ക് വിളിച്ച് ചോദിക്കേ. അപ്പോൾ ഗൈസ് അവൻ പറഞ്ഞത് ഇവിടെ അവനില്ല. ഓഹോ, ഇവിടെ അവനില്ല. അവൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നീ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത് ഈ ഒരു ബൈക്ക് നീ അവിടെ അവന്മാർ കാണുന്ന നീ ഇടണ്ട, നീ വേറെ അങ്ങോട്ടൊന്ന് മാറ്റി വിട്ടോ, ഞാൻ വന്ന് എടുത്തോളാം. അവൻ ഏതോ ഇരിക്കലാണ്. എന്തായാലും നമുക്ക് ഇവിടെ വന്നെടുക്കാം. നമുക്കൊരു ടാക്സിയോ എല്ലാം വിളിച്ച് നമുക്ക് ഇവിടെ വന്നെടുക്കാം ഈ ബൈക്ക്. അതായത് അവൻ എന്തായാലും എടുക്കത്തില്ല, അത് ഉറപ്പാണ്. അപ്പം നമുക്ക് വണ്ടി എന്തായാലും ഇങ്ങോട്ട് ഇടാം. പക്ഷെ എനിക്കെന്തായാലും വിശ്വാസമില്ലേ വണ്ടി ഇവിടെ ഇടുന്നതിന്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഇടാം. എല്ലാ ആൾക്കാരും വന്നാന്ന് വിചാരിച്ചു അവൻ കാണും. പക്ഷെ എന്തായാലും എൻ്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. കേസ് നമുക്ക് ഇവിടെ ഇടാം. എനിക്ക് ഒരു വിശ്വാസമില്ല. വണ്ടിയാണോ കാണാൻ പോയി അവൻ്റെ തലമണ്ട അടിച്ചോണ്ട് കിട്ടി. എല്ലാവരും മനസ്സിലാവാൻ എനിക്ക് ആർക്കെങ്കിലും വണ്ടി എടുത്തിട്ട് പോവാം. കേസ് അങ്ങനെ ഇവിടെ കയറി കേട്ടാ. കേസ് നമ്പറിന് അവൻ്റെ ഡോറാണെന്ന് തോന്നുന്നു. ഇതാണ് വണ്ടി. അപ്പോൾ കേസ് വണ്ടി കാണിക്കാൻ സമയമില്ല.
നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകാം കേട്ടോ. പക്ഷെ എൻ്റെ ഗൈസ് ഇവിടുന്ന് എങ്ങനെ എടുക്കുന്നേ വണ്ടി? കാര്യം ഞങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇത്തിരി ഇറക്കാവോ പറ്റുമോ അറിയത്തില്ല. ഇവിടുന്ന് ഇറക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് വണ്ടി അപ്പുറത്തോട്ട് ചാടിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. ഇവിടെ മിക്കവാറും അവൻ്റെ ആരെയും കാണും ഉറപ്പാണ് ഗൈസ്. പോലീസോ എന്തേലും വരും ഗൈസ്. വണ്ടി അവിടെ മൊത്തം ഇടിക്കണം. ഞാൻ വണ്ടി കഴിഞ്ഞ് പുറത്തിറങ്ങാം ഗൈസ്. ഞാൻ വണ്ടി എടുത്ത് വന്നത് ഞാൻ അറിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് പോലീസ് മൊത്തം വളഞ്ഞിട്ടുണ്ട്. ആരാണ്ട് ഇവിടെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഒന്നും പറഞ്ഞൂടെ, ഇവിടെ മൊത്തം പോലീസാണ്. എൻ്റെ പൊന്നെ കൈ വേണ്ട പോകും ഡോറ്. പക്ഷെ എൻ്റെ പൊന്നെ മൈക്കും ഇത് എവിടെ കൊണ്ടിടാനാണോ പറഞ്ഞത്. നമുക്ക് എന്തായാലും വണ്ടി ഇടിച്ചൊരു വേട വരുന്നു. എന്താണ് കുഴപ്പം ഗൈസ്? വണ്ടിയുടെ ഫ്രണ്ട് പോയി. എനിക്കൊന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇവിടെ വീട്ടിലോട്ട് പോകണം. അല്ല ഇവിടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകണം. ഗേറ്റ് അവൻ്റെ ഗേറ്റ്. നമുക്ക് നേരെ വണ്ടി വീടത്തോട്ട് വിടാം കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ നമ്പർ കൊണ്ട് നമ്മളെങ്ങനെയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേക്കുവാണ് കേട്ടോ. ഗൈസ് പോലീസ് കയറുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വേറെ വീഡിയോ കാണാം. ബൈ.